ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ റോയ് കെ പൗലോസ് ഉജ്ജ്വല വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ശക്തമായ ഭരണവിരുദ്ധ വികാരം, വികസന വിഷയങ്ങളിൽ ഉയർന്ന അസന്തോഷം, പ്രാദേശിക തലത്തിൽ ശക്തമായ സംഘടനാ പ്രവർത്തനം എന്നിവയാണ് വിജയപ്രതീക്ഷയ്ക്ക് അടിത്തറയാകുന്നതെന്ന് യു.ഡി.എഫ് വിലയിരുത്തുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും മണ്ഡലത്തിൽ വ്യക്തമായ രാഷ്ട്രീയ മാറ്റം പ്രകടമാണെന്നും യു.ഡി.എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇടുക്കി പോലുള്ള ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ആശങ്കകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവയാണ്. കാർഡമം, കാപ്പി, കുരുമുളക് തുടങ്ങിയ നാണയവിളകളുടെ വിലസ്ഥിരതയില്ലായ്മയും കർഷകരുടെ കടബാധ്യതയും വലിയ വിഷയങ്ങളായി ഉയർന്നിരുന്നു. ഈ വിഷയങ്ങളിൽ ഭരണകൂടം ആവശ്യമായ ഇടപെടൽ നടത്തിയില്ലെന്നാണ് യു.ഡി.എഫിന്റെ പ്രധാന ആരോപണം. ഇതോടൊപ്പം വന്യജീവി ആക്രമണങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയും പ്രചാരണത്തിൽ ശക്തമായി ഉയർത്തിപ്പിടിക്കപ്പെട്ടു. റോയ് കെ പൗലോസ് മണ്ഡലത്തിൽ നടത്തിയ നേരിട്ടുള്ള സമ്പർക്ക പ്രചാരണങ്ങൾക്ക് വലിയ പ്രതികരണമാണ് ലഭിച്ചതെന്ന് യു.ഡി.എഫ് ക്യാമ്പ് വിലയിരുത്തുന്നു. കുടുംബസംഗമങ്ങൾ, ഗ്രാമതല യോഗങ്ങൾ, യുവജന കൂട്ടായ്മകൾ തുടങ്ങിയവ വഴി വോട്ടർമാരുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾക്കൊപ്പം പുതിയ വോട്ടർമാരെയും ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ. മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടർമാരുടെ നിർണായക സ്വാധീനവും യു.ഡി.എഫിന് അനുകൂലമായ ഘടകമായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ ഈ വിഭാഗത്തിൽ യു.ഡി.എഫിനോട് കൂടുതൽ അടുപ്പമുണ്ടാക്കിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതോടൊപ്പം യുവ വോട്ടർമാരുടെ പങ്കാളിത്തവും ഇത്തവണ കൂടുതൽ ശക്തമാണെന്നും അവർ മാറ്റത്തിനാണ് വോട്ടു ചെയ്തതെന്നും യു.ഡി.എഫ് ചൂണ്ടിക്കാട്ടുന്നു. ഇടുക്കിയിലെ റോഡ് വികസനം, ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയ വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറി. പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ സാഹചര്യത്തിൽ വികസന വാഗ്ദാനങ്ങളുമായി മുന്നോട്ടുവന്ന യു.ഡി.എഫിന് വലിയ സ്വീകാര്യത ലഭിച്ചുവെന്നാണ് വിലയിരുത്തൽ. അതേസമയം എൽ.ഡി.എഫ് ക്യാമ്പും വിജയപ്രതീക്ഷ വിട്ടിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് എൽ.ഡി.എഫ് വോട്ടഭ്യർത്ഥിച്ചത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ശക്തമായ സാഹചര്യത്തിൽ അതെത്രത്തോളം ഫലപ്രദമായെന്നത് സംശയമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിലുണ്ടായ പ്രാദേശിക വിഷയങ്ങൾ, സാമൂഹിക ചർച്ചകൾ, രാഷ്ട്രീയ വിവാദങ്ങൾ എന്നിവയും വോട്ടർമാരുടെ മനോഭാവത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് കർഷക പ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും ഏറെ വികാരാധീനമായ വിഷയങ്ങളായി മാറി. ഇവയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ യു.ഡി.എഫിന് അനുകൂലമായി മാറിയെന്നതാണ് അവരുടെ അവകാശവാദം. വോട്ടെടുപ്പ് ശതമാനം കൂടിയത് യു.ഡി.എഫിന് അനുകൂലമാണെന്നും നേതാക്കൾ വിലയിരുത്തുന്നു. സാധാരണയായി ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവായ വിലയിരുത്തൽ. ഇത്തവണ അതേ പ്രവണത ഇടുക്കിയിലും പ്രകടമായതായി യു.ഡി.എഫ് ചൂണ്ടിക്കാട്ടുന്നു. മൊത്തത്തിൽ ഇടുക്കിയിൽ ശക്തമായ മത്സരം നടന്നെങ്കിലും അവസാന ചിരി യു.ഡി.എഫിനായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത്. റോയ് കെ പൗലോസിന്റെ വ്യക്തിപരമായ സ്വാധീനവും സംഘടനാശക്തിയും ചേർന്നാൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയം നേടാനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്നാൽ അന്തിമവിധി വോട്ടെണ്ണൽ ദിനമായ മെയ് 4-നാണ് വ്യക്തമാകുക. അതുവരെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും വിജയാവകാശങ്ങളും തുടരുമെന്നത് ഉറപ്പാണ്. ഇടുക്കിയുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ പ്രതിഫലനമുണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.